എന്തൊക്കെ പാടെ ഈ ചങ്ങായി ഇതിൽ എഴുതി കൂട്ടിക്കണ്. ഏതായാലും ഒന്നാണ് വായിച്ചു നോക്ക അല്ലേ. എന്താ കോയക്കാന്ന് കത്ത് വന്നിക്കണു തോന്നുന്നു. കത്തൊക്കെ ഉണ്ട്. എനിക്കല്ല, അണക്കാണ്. എനിക്കോ? എന്റെ അളിയന്റെ. എന്നാ വായിച്ചോക്ക്. N73 1 ബ്ലൂടൂത്തോട് കൂടിയത്. അത് വേണം. പോലീസ് ഗ്ലാസ് 2. ഹൗസുണ്ട് വേണല്ലോ. സോണി വാക്ക്മാൻ ലിബർട്ടി ഷൂ 2. 1 കറുപ്പ് 1 ചുവപ്പ്. ജീൻസ് 8. പിന്നെ ലോ കോസ്റ്റ് ബനിയന് 6. മേടിച്ചു കൊടുക്കാലോ, അളിയനല്ലേ. അല്ല വേറെന്തെങ്കിലും പറഞ്ഞോ? പിന്നെ അന്നെ എത്രയും പെട്ടെന്ന് നാട്ടിക്ക് പറഞ്ഞാച്ച് കമ്പനിയുടെ എല്ലാ കാര്യവും ഓനവിടെ നോക്കി നടത്തിക്കോളാന്ന് പറഞ്ഞിക്കണു. അത്രയല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഓന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താ നമ്മക്ക് എന്റെ കിനാവാണലുണ്ടല്ലോ ചവിട്ടിയാ കാണാ. ഈജി പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഞാനിതിൽ അമ്മിക്കുട്ടിയുടെ കാര്യം എഴുതിയിട്ടില്ലല്ലോ. പിന്നെ ഇതൊക്കെ എന്തെങ്കിലും കൊടുത്താ ഈ റോഡ് സൈഡിൽ നിന്ന് കിട്ടണതാ. ഞാനെന്താ പൊട്ടനാന്ന് കരുതിയോ? മനസ്സിലാവാനിട്ടൊന്നല്ല. അല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ട് എത്ര ദിവസമായി? എന്റെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി മൂപ്പര് ചോദിച്ചിട്ടുണ്ടോ? എപ്പോ നോക്കിയാൽ കമ്പനി, തിരക്ക്, ബിസിനസ്. ആർക്കാ ഈ സമ്പാദിച്ചു കൂട്ടണത്? നാട്ടിലുള്ളൊരു പെണ്ണിനും കുട്ടിക്കും വേണ്ടിട്ടോ? ഏതായാലും ഇന്ന് എത്ര നേരം വൈകിയാലും മൂപ്പരെ കണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. എന്താ ചെയ്യേണ്ടെന്ന് ഈ അദ്ദൂനറിയാ. പെങ്ങളും കുട്ടികളൊക്കെ ഓന്റെ പെരയിൽ കുറച്ച് കാലം ഇങ്ങോട്ട് നിൽക്കുമ്പോ ഓന്റെ സ്നേഹമൊക്കെ താനങ്ങോട്ട് പോരും. എന്തൊക്കെയാ അദ്വൈജി പറയണത്? അതിന് മാത്രം എന്തെവിടെ ഉണ്ടായത്? വേണ്ട, നിങ്ങളിതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ അളിയന്മാര് തമ്മിലുള്ള പ്രശ്നമാണ്. അളിയനും തമ്മിലുള്ള ബന്ധമൊക്കെ ദാ ഒരു നിമിഷം കൊണ്ട് തീർക്കാം. ഈ കുന്നത്തദ്ദൂന് കഴിയും. 10-18 കൊല്ലായി ഞാനും എന്റെ അളിയനും ഈ മുറിയില് ഏട്ടനും അഞ്ചനും പോലെ അല്ല, വാപ്പാനെയും മകനെയും പോലെ. ഇന്നേ വരേക്ക് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയൂല എന്നുള്ളൊരു വാക്ക് ഓന്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അനക്കിപ്പോ എന്താ വേണ്ടത്? ഓന്റെ കമ്പനിയിലെ MD സ്ഥാനം, അല്ലെങ്കിൽ നല്ലൊരു കച്ചവടം. അത് ഈ കോയാക്ക ശരിയാക്കി തരും. ഉറപ്പാണോ? ഉറപ്പാണ്. കോയാണ് പറയണത്.
പൊന്നാരന്റെ അദ്വോ പടച്ചോനെ വിചാരിച്ച് ഇഞ്ഞി സ്വപ്നം കാണരുത് കേട്ടോ. അല്ല കോയാക്ക കൊറേ ദൂരം പോണോ? കോയെ കണ്ണാടിട്ടപ്പക്കിന് ആളെ പേരും മാറിപ്പോകാൻ തുടങ്ങിയോ? അല്ല അനക്ക് ആദ്യം കച്ചവട വേണ്ട അതോ കമ്പനിയുടെ MD ആകാൻ വേണ്ട? അതൊക്കെ ഞാതാ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സീത ജായക ജാവോ ഭായി. അല്ല എന്താ ഇവിടെ ഞമ്മക്കൊരാള് വരാണ്ട്. അതല്ലേ വേണ്ട, ഈ അവസ്ഥയില് ഓൻ നമ്മളെ കാണാതിരിക്കണ നല്ലത്. കേക്കണോ? ഈ സ്വപ്നം കണ്ട മാതിരി തന്നെ നല്ല വരുമാനമുള്ള ഒരു കമ്പനി കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടന്നിരുന്ന ഒരു കാലുണ്ടായിരുന്നു ഓന്. പക്ഷേങ്കി ആ ഹെറാൻ പറഞ്ഞ ജബ്ബാർ ഓനെ ചതിച്ചത് കാരണം ഓന്റെ എല്ലാ മുതലും കിട്ടിയ വിലക്ക് വിറ്റ് പെറുക്കി കടക്കാരെ പിരിച്ചേണ്ടി വന്നു. ഇനി കുറച്ച് കടം കൂടിയും ബാക്കിയുണ്ട്. അത് പിരിക്കാൻ വേണ്ടിയിട്ടാണ് രാവും പകലും ഊണും ഉറക്കമല്ലാതെ ആ പാവം കോട്ടിന്റെ ഉള്ളില് കഴിഞ്ഞ് നെട്ടോട്ട് ഓടുന്നത്. കോയാക്ക ഞാനറിയാതെ എന്തൊക്കെയോ. ഒന്നും സാരല്ല, ഈ നല്ല ആരായാലും അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കുള്ളൂ. സാരല്ല, സമാധാനപ്പെട്. സാരല്ല. എന്താ ഈ കൂട്ടണത്? ഇറക്കിയ ചാക്കിന്റെ കണക്കോ അതോ കയറ്റിയ വണ്ടിയുടെ കണക്കോ? അപ്പോ കോയാക്ക എല്ലാം പറഞ്ഞു അല്ലേ? പറഞ്ഞില്ല, എല്ലാം കാണിച്ചു തന്നു. എന്തിനായിരുന്നു അളിയാ അതൊക്കെ? എന്നോടെങ്കിലും സത്യം തുറന്നു പറയായിരുന്നില്ലേ? നാട്ടിലുള്ളതെല്ലാം വിറ്റിട്ടെങ്കിലും നമുക്ക് ഈ കടം വീട്ടായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി അല്പം കഷ്ടപ്പെട്ടാണെങ്കിലും ഏറെക്കുറെ വീടിക്കഴിഞ്ഞില്ലേ? എല്ലാത്തിനും കാരണം അവനാ, ജബ്ബാർ, ശംഖുവെട്ടി ജബ്ബാർ. വിശ്വസനീയമായ അവന്റെ പെരുമാറ്റം
സത്യസന്ധമായ ചെന്നാത്തം, അവനിലുള്ള വിശ്വാസം എന്നിൽ പൂർണ്ണമായി എന്ന് തോന്നിയ നാൾ മുതൽ ചതിയുടെ കരുക്കൾ അവൻ നീക്കിക്കൊണ്ടിരുന്നു. ഏതൊരു അറബിയെ വേഷം കെട്ടിച്ച് ഇല്ലാത്ത വിസയ്ക്ക് എഗ്രിമെന്റും എഴുതി. പിന്നെ പറഞ്ഞ ദിവസങ്ങളിലൊന്നും അവനെ കാണാതായി. അതോടെ അവന്റെ ടെലിഫോണിന്റെ ശബ്ദവും നിലച്ചു. ഇതുകൊണ്ടൊക്കെയാണ് അളിയൻ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ വരുന്നതും പോകുന്നതൊക്കെ. ഏതായാലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഏജന്റിനെ കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരു നല്ല ജോലി തേടിപ്പിടിക്കാം. ഒക്കെ വിധിയാണെന്ന് കരുതിയാൽ മതി. ആ ആ ഓക്കെ, ശരി, പിന്നെ വിളിക്കാം. ആ, ഇതാണ് ഏജന്റിന്റെ അഡ്രസ്. ഷെയ്ഖി ട്രാവൽസ്, ഉമ്മുൽ ഖുറ റോഡ്, ജമാരിയ സ്ട്രീറ്റ്. ഇങ്ങനൊരു സ്ഥലം ഞാനിതുവരെ കേട്ടിട്ടില്ല. അടിച്ചു നോക്കാം. ഇങ്ങനൊരു നമ്പർ ഇല്ലെന്നാ പറയുന്നത്. അതിനെ പറ്റി പേടിച്ചണ്ട. ഓന്റെ നാട്ടിലെ എല്ലാ അഡ്രസ്സും എൻ്റെ ഉണ്ട്. നിങ്ങളാ ഫോണിട്ട് കാട്ടിക്കണി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അടിച്ചിണ്ട് അടിച്ചിണ്ട്. എടുക്കണില്ലല്ലോ, ഇത് എടുക്കണില്ലല്ലോ. ആ, ചിലപ്പോ ട്രാവൽസ് തുറക്കണോണ്ടാകുക. അല്ല, ഞാനെന്ത് പൊട്ടനാ. ട്രാവൽസിന്റെ തൊട്ട് മുമ്പില് എന്റെ തുണക്കാരന്റെ കടണ്ടേ, അവിടേക്കൊന്ന് വിളിച്ചോക്കട്ടെ. ഹലോ ഹലോ, ആ കുഞ്ഞാനല്ലേ? ഇത് ഞാനാളെ സെയ്തേ. ചെയ്തോ? ഏത് ചെയ്ത്? എടാ അമ്മയിത്താത്താന്റെ മോൻ സെയ്തൽവിയേ. ഈടാ ചെയ്താനെ, അന്റെ ഒരു ഫോൺ നമ്പറിന് വേണ്ടിട്ട് ഞാൻ എവിടൊക്കെ കറങ്ങി നടന്നറിയോ? അതെ, ഇത് അറിഞ്ഞോ സംഭവം? നിങ്ങൾ ട്രാവൽസ് ഒക്കെ ഇവിടെ നാട്ടുകാരെ അടിച്ച് പൊളിച്ചിക്കണു. ഓൻ അവിടെ പൊന്തിയോ? ഹലോ 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 ഹലോ, എന്താ എന്താളിയാ? ചതിച്ചോടാ, വിസന്റെ ഏജന്റ് നമ്മളെ ചതിച്ചു തോന്നേ. വിസയുണ്ട്, പക്ഷേ വിസിറ്റിംഗ് വിസയാണ്.
വാപ്പേറ്റുണ്ടാക്കിയ 10 സെന്റ് ഭൂമി അതും കൂടി വിറ്റിട്ട് എൻ്റെ ഉമ്മാനെയും കുട്ടികളെയും വാടക പെരയിലാക്കിയിട്ടാണല്ലോ റബ്ബെ പോന്നിക്കണത്. ഇതേറ്റ് എൻ്റെ ഉമ്മ അറിഞ്ഞാല് നമ്മ ചങ്ക് പൊട്ടി മരിച്ചോലോ.